കച്ചവടക്കാരോട് പറയണേ, കച്ചവടം തുടങ്ങുമ്പോഴേ കാശുണ്ടാക്കണമെന്ന് നിയ്യത്ത് വെക്കരുത്. അത് ലക്ഷ്യമല്ല. കാശുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ നിയ്യത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത്. കാശുണ്ടാക്കുക എന്നത് ബിസിനസ്സിൽ ആരും ഉദ്ദേശിക്കുന്നതാണ്. ഒരു വിശ്വാസം എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ കാശ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു റോൾസ് റോയ്സ്, ഒരു ലംബോർഗിനി, ഒരു ഫെറാറി, അങ്ങനെ വണ്ടികൾ വാങ്ങിക്കൂട്ടണം എന്നാണോ നിങ്ങളുടെ ലക്ഷ്യം? അതല്ല. എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടായി കഴിഞ്ഞാൽ എൻ്റെ അയൽപക്കത്തെ ആ സഹോദരന്, നമ്മുടെ ജോസിനൊരു വീട്, കൃഷ്ണൻകുട്ടിക്കൊരു വീട്, ഹംസക്കുട്ടിക്കൊരു വീട്, ആ കുട്ടിയെ കല്യാണം കഴിച്ചേക്കണം, ആ പെൺകുട്ടിക്ക് പഠിക്കാനുള്ള സാമഗ്രി കൊടുക്കണം, അവളുടെ കോളേജിൻ്റെ ഫീസ് അടക്കണം, ആ മോനെ നടക്കാൻ പറ്റില്ല, വീൽ ചെയർ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, അവന് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തു കൊടുക്കാം. ഇതൊക്കെ റബ്ബേ എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യമാണ്, അതിന് നീ പൈസ തരണം. അവൻ ചെയ്യുന്ന കച്ചവടം ഇബാദത്താണ്. പൈസ ഉണ്ടാക്കാനല്ല കച്ചവടം ചെയ്യേണ്ടത്, പൈസ കിട്ടിയിട്ട് എന്ത് ചെയ്യും എന്ന നിയ്യത്ത് വേണം. അതിനാണ് ഒരു മുസ്ലിം കച്ചവടം. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് വന്ന ഉടനെ പറഞ്ഞത്, സ്വഹാബികളെ, അലൈക്കും ബിസ്സൂഖ്, നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഹദീസാണിത്. മദീനയിൽ കാലുകുത്തിയ അന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ഹദീസിന്റെ ഭാഗമാണ് അലൈക്കും ബിസ്സൂഖ്, നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകണം, കച്ചവടം ചെയ്യണം. എന്തിനെന്നറിയോ? സമൂഹത്തിന് സേവനം ചെയ്യണമെങ്കിൽ കാശ് വേണം, കാശുണ്ടാക്കണമെങ്കിൽ അധ്വാനിക്കണം. അതുകൊണ്ട് കച്ചവടത്തിന് പോകണം. എല്ലാവരും മാർക്കറ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകളോടാ പറഞ്ഞു. അൻസ്വാരികൾ കൃഷിക്കാരാ, അവർക്ക് കൃഷിയിടമുണ്ട്. മദീനക്കാർക്ക്, മക്കയിൽ നിന്ന് വന്നവർ, അവർക്കൊന്നുമില്ല, പോയി കച്ചവടം ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ഏറ്റവും വലിയ മുതലാളിയായി മാറിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ വലിയ മുതലാളിയാണ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, ത്വൽഹത്തിൻ വ അബി ഉബൈദത്തിൻ, ആ 10 പേരിൽ പറഞ്ഞ മഹാന ത്വൽഹ എന്നവര് വലിയ. ഈ 10 പേരിൽ 3 പേരും വലിയ മുതലാളിമാരാ. അത് ശ്രദ്ധിച്ചിട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ മദീന കണ്ട ഏറ്റവും വലിയ മുതലാളിയാണ്. പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുതലാളിയാണ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയാണ്. സഅദ് എന്നവരും മുതലാളിയാണ്. പറയുകയാണെങ്കിൽ ഈ 10ൽ 4 പേർ വലിയ ഹൈ ഗ്രേഡ് മുതലാളിമാരാ. പക്ഷേ നമ്മുടെ മുതലാളിമാരോട് അവനവനും സ്വന്തം കുടുംബവും മാത്രം കഴിഞ്ഞവരല്ല, സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്ത മഹാന്മാർ.